ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എവിടെയാണ് പോകണമെന്ന് വെച്ചാൽ നമ്മൾ ആറ്റിങ്ങൽ രാമചന്ദ്രനിലാണ് പോണത്. അപ്പോൾ ചേട്ടൻ ഒത്തിരി ഗൗരവത്തിലാണ്, നമുക്ക് ചേട്ടൻ്റെ ഫേസ് കാണണ്ട. ചേട്ടൻ മുട്ടയൊക്കെ അടിച്ച് പറ്റിയൊക്കെ വെട്ടി ഗൗരവത്തിലാണ്. അപ്പോൾ നമ്മൾ രാമചന്ദ്രനിലോട്ടാണ് പോണത്. അപ്പോൾ എന്തിനാണ് പോണതെന്ന് വെച്ചാൽ നമുക്ക് 3 ടോപ്പിൻ്റെ മെറ്റീരിയൽസ് എടുക്കണം. അത് എനിക്ക് വേണ്ടിയല്ല, നമ്മുടെ കസ്റ്റമറിന് വേണ്ടിയാണ്. അപ്പോൾ കസ്റ്റമർ പറഞ്ഞു എൻ്റെ അടുത്ത് ആ 3 മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ രാമചന്ദ്രനിലെത്തി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ദൈവമേ ഒരു രക്ഷയില്ല. കാരണം ഇത്രയും തുണികൾ ഇരിക്കുന്നതിൽ ഏതാണ് ബെറ്റർ എന്ന് നോക്കിയെടുക്കാനാണ് കൺഫ്യൂഷൻ. കാരണം ഏതെടുക്കട്ടെ എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ഇവിടെ വന്നുള്ളൂ. അപ്പോൾ നമുക്ക് തോന്നും ഇവിടെ ഉള്ളതിൽ നമ്മളിപ്പോൾ എടുക്കുന്നത് നല്ലതായിരിക്കുന്നു, പക്ഷെ അത് വീട്ടിൽ കൊണ്ട് വരുമ്പോഴായിരിക്കും ഇതിൻ്റെക്കാട്ടി ബെറ്റർ വേറൊന്നും ഉണ്ടെന്നും നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ നമുക്ക് ഏത് തുണി കണ്ടാലും ഇത് കൊള്ളാം, അപ്പോൾ അടുത്ത കാണുമ്പോൾ വിചാരിക്കും ഓ അത് കൊള്ളാമെന്ന്. പക്ഷെ നമുക്ക് കസ്റ്റമർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള മെറ്റീരിയലും ആയിരിക്കണം നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആകെപ്പാടെ കൺഫ്യൂഷനാണ്. അങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കി വന്ന് പലതും ഞാൻ റേറ്റ് നോക്കിയേ ഞാൻ മെറ്റീരിയൽ എടുക്കത്തുള്ളൂ. കാരണം നമ്മുടെ ഇത് ബ്ലാക്ക് കളക്ഷനൊക്കെ നല്ലതായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നെറ്റിൻ്റെ കളക്ഷനും ഉണ്ടായിരുന്നു. എല്ലാം നല്ല മെറ്റീരിയലാണ്. പിന്നെ നല്ല ഷെയ്ഡിലുള്ള ചെക്കിൻ്റെതുണ്ട്, ഷെയ്ഡുണ്ട്, ലൈൻസ് ഉണ്ട്, അങ്ങനെ പല പല കളറ്, നല്ല സോഫ്റ്റ് തുണിയുണ്ട്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെ റേറ്റ് നോക്കി നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ നോക്കി വേണം നമ്മൾ മെറ്റീരിയൽ എടുത്ത് വയ്ക്കാൻ. അപ്പോൾ ഞാൻ ഒരു മെറ്റീരിയൽ എടുത്ത് കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കൊള്ളാമോ എന്ന് ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കസ്റ്റമർക്ക് കോട്ടൺ മെറ്റീരിയൽ തന്നെ മതിയെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് ആകെപ്പാടെ ഒത്തിരി കൺഫ്യൂഷനായി. അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് സത്യം പറഞ്ഞാൽ ഈ റോസ് കളർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊരെണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ എന്തായാലും. പിന്നെ ഞാൻ നോക്കി നിന്ന് വേറെ കസ്റ്റമറൊക്കെ എടുക്കുന്ന മെറ്റീരിയലൊക്കെ നിന്ന് വായി നോക്കിയിട്ട് പിന്നെ എൻ്റെ കണ്ണിൽ പെട്ടത് ഒരു മെറൂൺ കളറാണ്. മെറൂൺ എന്ന് പറയുമ്പോൾ റെഡും അല്ല മെറൂണും അല്ലാത്തൊരു കളറ്, പക്ഷെ അത് നല്ല പ്രിൻ്റൊക്കെ വന്നത്. അങ്ങനെ ഞാൻ പോയി അതാരെങ്കിലും എടുക്കുന്നതിന് മുമ്പ് അങ്ങ് എടുത്തു. പിന്നെ എൻ്റെ കണ്ണിൽപ്പെട്ടത് ഇതാണ്. പക്ഷേ എനിക്ക് ഇതാണെന്ന് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഭംഗി തോന്നുന്നത്. പക്ഷേ ഇവിടെ നിന്നപ്പോഴത്തേക്കും എനിക്ക് അത്ര ഭംഗി തോന്നിയില്ലെങ്കിലും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നെ എനിക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അങ്ങനെ നിന്ന് പിന്നെ ഒന്നും കൂടെ ഇനി എടുത്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ 2 എണ്ണമായി, ഇനി ഒരെണ്ണം കൂടെ എടുക്കണം എനിക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി നിന്ന് സത്യം പറഞ്ഞാൽ കുറേ ഇരിക്കുന്നത് കൊണ്ട് ഇനി ഒരെണ്ണം കൂടെ എടുക്കാൻ ചാൻസ് ഉള്ളു. അപ്പോൾ പിന്നെ ഇനി അങ്ങനെ ഞാൻ ഇങ്ങനെ കണ്ണൊക്കെ കൊണ്ട് പരതി അപ്പോൾ ഇതിൻ്റെ അടി ഒരെണ്ണം ഇരിക്കണം. പക്ഷെ അത് എടുക്കണോ വേണ്ടയോ എന്ന് പറഞ്ഞ് 2 മനസ്സിൽ നിൽക്കുന്നു. പക്ഷേ അത് ഞാൻ എടുത്തില്ല. അതിന് പകരം ഞാൻ വേറൊരു കോട്ടൺ മെറ്റീരിയലാണ് എടുത്തത്. അപ്പോൾ ഞാൻ എടുത്ത മെറ്റീരിയൽ എല്ലാം 3 മീറ്റർ വീതമാണ് ഞാനത് കട്ട് ചെയ്ത് വാങ്ങിച്ചത്. ലൈനിങ് 2 മീറ്ററും. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ്. അല്ലാതെ ചീപ്പ് റേറ്റിനുള്ളതൊന്നും ഞാൻ അങ്ങനെ എടുക്കത്തില്ല. പക്ഷെ കോട്ടൺ എപ്പോഴും നമുക്ക് ഡെയിലി യൂസിന് പറ്റത്തില്ല. ഈ കളർ എനിക്ക് വേണ്ടയോ എന്ന് ഞാൻ ഒന്ന് ആലോചിച്ചു. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്തോ ആ സമയത്ത് എനിക്ക് എടുക്കാൻ തോന്നിയില്ല. പിന്നെ ഞാൻ വേറൊരു പീസാണ്. അപ്പോൾ ഞാൻ എടുത്ത ഈ 3 മെറ്റീരിയലിനും ടോപ്പിൻ്റെ മെറ്റീരിയലിനും ഞാൻ 3 മീറ്റർ വീതം കട്ട് ചെയ്ത് വാങ്ങിച്ച്. അപ്പോൾ ഇനി നമുക്ക് ലൈനിങ് ആണ് വേണ്ടത്. അപ്പോൾ ലൈനിങ്ങും നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ്ങാണ് കസ്റ്റമർ എടുക്കാൻ പറഞ്ഞത്. അങ്ങനെ ഈ 3 മെറ്റീരിയലിനും ടോപ്പിൻ്റെ ലൈനിങ്ങൊക്കെ നമ്മൾ തന്നെയാണ് സെലക്ട് ചെയ്ത് ഇവരെ കൊണ്ട് കൊടുക്കേണ്ടത്. എന്നാൽ അവർ കട്ട് ചെയ്ത് തരും. എന്നിട്ട് ഈ മെറ്റീരിയലൊക്കെ കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ നല്ലൊരു മെറ്റീരിയൽ പിന്നെ കണ്ടത്. പക്ഷേ നമുക്ക് 3 പീസല്ലേ എടുക്കത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ടായിരുന്നു, നമുക്ക് ഇത് നോക്കാമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, കട്ട് ചെയ്ത് പോയി. അപ്പോൾ ഇനി ഉള്ളത് വെച്ച് നമുക്ക്
ടോപ്പ് തയ്ക്കാം. കാരണം അതിൻ്റെക്കാട്ടി ബെറ്റർ ഒരെണ്ണം ബാക്കിലിരുന്ന് അത് ഞാൻ ശ്രദ്ധിച്ചില്ല. സാരമില്ല. അപ്പം എന്തായാലും നമുക്കിത് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതിനുള്ള ലൈനിങ് 3 നമ്മൾ നോക്കിയെടുക്കണം. അപ്പോൾ ഒരെണ്ണത്തിനുള്ളത് കിട്ടി. അങ്ങനെ അത് ഞാൻ എടുത്ത് പിന്നെ ബാക്കി 2 ലൈനിങ് വേണം. അങ്ങനെ മീറ്റർ 55 60 കണ്ടാണ് 55 അങ്ങനെ ആ കൊച്ചു പറഞ്ഞത്. മീറ്റർ 55-ൻ്റെയാണ് എടുത്തത്. അപ്പോൾ നമുക്ക് 2 മീറ്റർ മതി ടോപ്പിന് ലൈനിങ്. കാരണം കയ്യിൽ ലൈനിങ് ഇടേണ്ട ആവശ്യമില്ല, ബോഡി മാത്രം ഇട്ടാൽ മതി. അപ്പോൾ 3 മീറ്ററാണ് മെറ്റീരിയൽ എടുത്തുവെങ്കിലും നമുക്ക് ലൈനിങ് 2 മീറ്റർ മതി. അങ്ങനെ എല്ലാത്തിനും ലൈനിങ്ങൊക്കെ ഞാൻ സെലക്ട് ചെയ്ത് അവരെ കൊണ്ട് കൊടുത്ത് കട്ട് ചെയ്ത് വാങ്ങിച്ചു. പിന്നെ അതിനുശേഷം ഞാൻ ബില്ലിൻ്റെ സെക്ഷനിൽ വന്ന് അവിടെ നിന്ന് കുറച്ച് വാരിയൊക്കെ നോക്കിയിട്ട് പിന്നെ ബില്ലിൻ്റെ അവിടെ തിരക്കായിരുന്നു. അപ്പോൾ പിന്നെ ബില്ലൊക്കെ ഇട്ടു, പിന്നെ തിരിച്ചു വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പ്. ഇത് നമ്മൾ സിമ്പിളാക്കിയാണ് തയ്ച്ചത്. സിമ്പിളെന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ നെക്കിലൊന്നും കൊടുത്തില്ല, നോർമലാക്കി കഴുത്ത് വെട്ടി. അത് മാത്രമല്ല ഇത് ലൈൻ കുർത്തിയായിട്ടാണ് തയ്ച്ചത്. കാരണം ഓപ്പണില്ല, സൈഡ് ഓപ്പണില്ല. 3 ടോപ്പിനും ഓപ്പൺ ഇല്ലാതെയാണ് നമ്മൾ തയ്ച്ചത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ബ്ലൂ പീസ് തുണി നമ്മൾ നെക്കിൻ്റെ പോർഷനിൽ വെച്ച് ചതുര കഴുത്തായിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പ്. അപ്പോൾ ഈ ടോപ്പ് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ഒരു പുതിയ വെറൈറ്റി ഷെയ്ഡായിട്ട് എനിക്ക് തോന്നി അതിൻ്റെ ഡിസൈനൊക്കെ. അങ്ങനെ ഇതാണ് നമ്മുടെ 2ാമത്തെ ടോപ്പ്. ഇഷ്ടമായോ? എനിക്കെന്തായാലും വെച്ചിട്ട് കൊള്ളാമെന്ന് തോന്നുന്നു. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇഷ്ടമായി കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടോപ്പ് എന്ന് പറയുന്നത് ഫേവറേറ്റ് കളർ റോസാണ്. അപ്പോൾ റോസിൽ നെക്കിൻ്റെ പോർഷനിൽ നമ്മൾ വൈറ്റ് തുണിയും കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലും സെൻറ്ററിൽ 3 ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 3 ടോപ്പുകൾ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോപ്പുകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ഇടണം കേട്ടോ. ഇനി അടുത്തത് എൻ്റെ ജോലി എന്ന് പറയുന്നത് 3 പെറ്റിക്കോട്ട് തയ്ക്കാനാണ്. അപ്പോൾ ഈ പെറ്റിക്കോട്ട് തയ്ക്കാൻ ഒരു കുഞ്ഞ് ബേബിക്കാണ്, 1.5 വയസ്സുള്ള ബേബിക്ക് തയ്ക്കാനാണ്. അപ്പോൾ ഇത് 3 കളറാണ്. സാധാരണ നമ്മൾ വൈറ്റ് കളറിലൊക്കെ അല്ലേ തയ്ക്കുന്നത്. ഇതിപ്പോൾ വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അവരെടുത്തുകൊണ്ട് തന്നതാണ് കസ്റ്റമർ. അപ്പോൾ ഇത് ഞാൻ തയ്ച്ച് വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ട് ഫൈനൽ ലുക്കും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ച് തിരക്കായതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും എടുക്കാത്തത്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ഞാൻ പാർലറിൽ പോയാണ് എടുത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ പെറ്റിക്കോട്ട്. ഇത് 1, അടുത്തത് 2, പിന്നെ ഇത് കോട്ടനാണ്, പ്യുവർ കോട്ടനാട്ടോ. നല്ല ലാസ്റ്റൊക്കെ ചെയ്യുന്ന മെറ്റീരിയലാണ്. ഇത് കസ്റ്റമർ തന്നെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ എന്നെ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.